വെൽക്കം ബാക്ക് ടു Xylem Learning. നിയാമസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി എന്ന് പറഞ്ഞ മാക്രോ എക്കണോമിക്സിലെ 5th ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് കൺസെപ്റ്റുകൾ ഇവിടെ പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ്? ബഡ്ജറ്റിന്റെ കമ്പോണൻസ് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റിനകത്ത് എന്തൊക്കെയാണുള്ളത്, എത്ര തരത്തിലാണ് ബഡ്ജറ്റ് പഠിക്കാനുള്ളത്, ഈ വക കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഫ്ലോ ചാർട്ട് ആയിട്ടും അല്ലെങ്കിൽ ഇതിലെ കൺസെപ്റ്റുകൾ തരം തിരിക്കാനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ സിമ്പിൾ ആക്കി എടുക്കരുത്. ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കരമായ ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള പോർഷൻ ആണ്. മിസ് അത് സിമ്പിൾ ആക്കി പറഞ്ഞു തരാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. എത്രയാണ്? 2 തരത്തിൽ. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ വേണ്ടി പാടില്ല. ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ ബഡ്ജറ്റും ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റും ഉണ്ട്. എന്താണ്? റവന്യൂ ബഡ്ജറ്റും ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റും ഉണ്ട്. എന്താണ്? റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. ഇനി ഇതിനകത്തും കുറേ സാധനങ്ങളുണ്ട്. റവന്യൂ ബഡ്ജറ്റിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ബഡ്ജറ്റിനകത്തുള്ളത് റവന്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ പേര് നിയാസാറ നെബു എന്നാണ്. നെബു എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പേരാണ്. അപ്പൊ എന്റെ അച്ഛന്റെ പേര് എന്റെ പേരിനോട് ഇടുന്നത് പോലെ തന്നെ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അച്ഛനാണെന്ന് വിചാരിക്കുക. അച്ഛന്റെ 2 മക്കളാണ് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും. മക്കളെ, റെസിപ്റ്റ് എന്ന് ഇനി അങ്ങോട്ട് കേൾക്കും. എന്താണ് റെസിപ്റ്റ്? വരുമാനം തന്നെയാണ് റെസിപ്റ്റ്. റവന്യൂ എന്ന് പറയുന്നതാണ് റെസിപ്റ്റ്. നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെയാണ് റെസിപ്റ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റവന്യൂ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ വരുമാനമുണ്ട്, റവന്യൂ ചെലവുമുണ്ട്. ഇത് ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് റവന്യൂ ബഡ്ജറ്റ്. സോ ബഡ്ജറ്റ് 2 തരത്തിലാണ്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റിനകത്ത് ആരൊക്കെയുണ്ട്? റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്ലിയർ ആണോ? എങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്തും ആരൊക്കെ ഉണ്ടായിരിക്കും? ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ 4 എണ്ണമാണ് പഠിച്ചത്. ബഡ്ജറ്റ്, ക്യാപിറ്റൽ, റവന്യൂ. റവന്യൂക്കകത്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റലിനകത്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതുവരെ വളരെ ക്ലിയർ ആണോ? അപ്പൊ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റവന്യൂ അക്കൗണ്ടിനകത്ത് എന്തൊക്കെയുണ്ട്? റവന്യൂ വരുമാനവും ഉണ്ട്, റവന്യൂ ചെലവുമുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റ്, മൂലധന ബഡ്ജറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ക്യാപിറ്റൽ റെസിപ്റ്റ്, മൂലധന വരുമാനവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവും ഉൾക്കൊള്ളുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ മൂലധന ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കേ. ഇത് അങ്ങോട്ട് തന്നിട്ട് ഇന്നത്തെ കുറെ സാധനങ്ങൾ എക്സാമിന് അത് തരത്തില്ല. ഇത് ഫില്ല് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഇത്രയും വരെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇതിന് താഴേക്കുള്ള സാധനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാനായിട്ട്. ഇതിന്റെ മീനിങ്ങും നിങ്ങൾ പഠിച്ചിരിക്കണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് കാണാതെ പഠിക്കാൻ ഓക്കെ, ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കാണാതെ പഠിക്കാം. പക്ഷെ ഇതിന്റെ മീനിങ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് റെസിപ്റ്റിനെ പറ്റി പഠിക്കാം, വരുമാനങ്ങളെ പറ്റി പഠിക്കാം. അപ്പോ നമുക്ക് 2 തരത്തിലുള്ള വരുമാനമാണ് ഉള്ളത്. റവന്യൂ ബഡ്ജറ്റിനകത്ത് ഒരാളുണ്ട്, ആരാണ്? റവന്യൂ റെസിപ്റ്റ്. അതേപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്തും ഒരാളുണ്ട്, ആരാണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുമാനം 2 എണ്ണല്ലേ ഉള്ളൂ. എന്താണ്? റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും. റവന്യൂ വരുമാനങ്ങളും മൂലധന വരുമാനങ്ങളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കിയാലോ. എന്താണ് റവന്യൂ വരുമാനങ്ങൾ, എന്താണ് മൂലധന വരുമാനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. റവന്യൂ റെസിപ്റ്റ് അഥവാ റവന്യൂ വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ the receipt which do not create liability, ശ്രദ്ധിക്കുക, do not create liability or reduce government asset. ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കാത്ത, ഗവൺമെന്റിന്റെ സ്വത്തുക്കൾ കുറയ്ക്കാത്ത ഒരു മോനാണ്, ഒരു നല്ല ചെക്കനാണ് ആരെന്ന് പറയുന്നത്? റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിപ്റ്റ് അച്ഛനാണെന്ന് വിചാരിക്കുക. റെസിപ്റ്റിന് 2 മക്കളാണ്, റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും. അപ്പൊ ഫസ്റ്റ് മോൻ ഈസ് വെരി ഗുഡ്, അടിപൊളിയാണ്. എന്താണ്? he does not create ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അച്ഛന്റെ അസറ്റ്, ഗവൺമെന്റ് ആണല്ലോ അച്ഛൻ, അപ്പൊ അച്ഛന്റെ അസറ്റ് കുറയ്ക്കുന്നതുമില്ല. കുറെ ആൾക്കാർ മുടിയനായ പുത്രന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. മുടിയനായ പുത്രന്റെ കഥ ഭയങ്കര സിമ്പിൾ ആണ്. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ അപ്പനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, അപ്പന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും, നല്ല കുട്ടിയാണ്. നല്ല കുട്ടി ഇൻ ദ സെൻസ് യെസ്, എല്ലാം സപ്പോർട്ട് ചെയ്യും. ആൻഡ് 2ാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഫുൾ ദൂർത്തടിച്ച് നടക്കുക, ബാധ്യതകൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ആ കഥയുമായിട്ട് ഈ ഒരു കഥ ചെറിയൊരു സാമ്യമുണ്ട്. സോ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് റെസിപ്റ്റിന്റെ ഫസ്റ്റ് സണ്ണാണ്, മോനാണെന്ന് വിചാരിക്കുക. മോൻ നല്ല കുട്ടിയാണ്. എന്താണ് ചെയ്യുന്നത്?
ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ ഗവൺമെന്റിന്റെ അസറ്റ് കുറയ്ക്കുന്നതുമില്ല. മനസ്സിലായോ? എന്താണ്? ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല, അസറ്റ് കുറയ്ക്കുന്നതുമില്ല. അങ്ങനെയാണെങ്കിൽ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും മക്കളെ? ടാക്സ് കിട്ടുന്ന റവന്യൂ ഇത് വലുതായിട്ട് ബാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഗവൺമെന്റിന്റെ അസറ്റുകൾ കുറയ്ക്കുന്നുണ്ടോ? സ്വത്തുകൾ കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. വേറൊന്ന് പറയാ, നോൺ ടാക്സ് റവന്യൂ അല്ലെ? അപ്പോ റവന്യൂ റെസിപ്റ്റ് ഏതൊക്കെ വഴിയാണ് കിട്ടുന്നത്? ടാക്സിൽ നിന്നും നോൺ ടാക്സിൽ നിന്നും. ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നികുതികളിൽ നിന്നുള്ള വരുമാനം, ടാക്സിൽ നിന്നുള്ള വരുമാനം. എത്രയോ ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ് എന്ന് പറഞ്ഞ് ഒരുപാട് GST, ഇൻഡയറക്ട് ടാക്സ്, ഡയറക്ട് ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സുകൾ നമുക്കുണ്ട്. ഈ ടാക്സുകൾ നമ്മുടെ ഗവൺമെന്റിന് എന്താണ്? വരുമാനമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയാലും ഗവൺമെന്റിന് അത് വരുമാനമാണ്. അതുകൊണ്ട് ഇത് റവന്യൂ റെസിപ്റ്റിനകത്തെ ഒന്നാമത്തെ ഭാഗമാണ്. അപ്പൊ റവന്യൂ റെസിപ്റ്റിനകത്ത് ആരൊക്കെയുള്ളത്? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. അപ്പൊ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അല്ലാതെ ഗവൺമെന്റിന് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടയ്ക്കും അല്ലെ? ഫൈൻ അടിക്കും. അപ്പൊ നമ്മൾ ഫൈൻ കൊടുക്കണം. ഇത് ടാക്സ് ആണോ? അല്ല. അതേപോലെ തന്നെ ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതടിക്കണം, ഫീസ് അടയ്ക്കണം. അപ്പൊ ഫീസ്, ഫൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോൺ ടാക്സ് റവന്യൂക്കകത്ത് വരുന്നത്. ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, നികുതിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. അപ്പം നികുതിയിൽ നിന്ന് കിട്ടാത്ത റവന്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ ടാക്സ് റവന്യൂ. എക്സാമ്പിൾ നമുക്ക് എഴുതാം, ഫീസ്, ഫൈൻ, എക്സെട്ര. ക്ലിയർ ആയോ? സോ ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ അസറ്റ് കുറയ്ക്കുന്നതുമില്ല. അതാണ് റവന്യൂ റെസിപ്റ്റ്. മക്കളെ ക്ലിയർ ആയോ? അടുത്തതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ദാണ്ട കിടക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റ് ലയബിലിറ്റി ആൻഡ് റെഡ്യൂസ് അസറ്റ്. ബാധ്യതകൾ ഉണ്ടാക്കുന്നുമുണ്ട്, എന്നാൽ ഉള്ള സ്വത്തുകളെല്ലാം കുറയ്ക്കുന്നതുമുണ്ട്. അങ്ങനെയുള്ള റെസിപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് ബോറോയിങ്സ്, കടം വാങ്ങുന്നത്. ഗവൺമെന്റ് കടം വാങ്ങി കഴിഞ്ഞാൽ അതിനുള്ള പലിശയും കാര്യങ്ങളും അടയ്ക്കണം, തിരിച്ചടയ്ക്കണം. അതൊരു ബാധ്യതയാണ്, അസറ്റുകൾ കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. ബാധ്യത എന്ന് പറയാം. രണ്ടാമത്തേന് നമുക്ക് അസറ്റ് കുറയ്ക്കുന്നതെന്ന് പറയാം അല്ലെ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഗവൺമെന്റിന്റെ കമ്പനികൾ പ്രൈവറ്റിന് വിൽക്കുന്നതിനെയോ അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നതിനെയോ ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ കൊടുക്കാം. സെല്ലും ചെയ്യാം, അല്ലെങ്കിൽ ഓണർഷിപ്പ് ഒഴിഞ്ഞും കൊടുക്കാം. അപ്പം ഇത് ഒരു തരത്തില് ഗവൺമെന്റിന് അസറ്റ് പോകുന്നതല്ലേ? ഗവൺമെന്റിന്റെ കമ്പനി പ്രൈവറ്റിന് കൊടുക്കുമ്പോൾ അത് ഗവൺമെന്റിന് നഷ്ടമല്ലേ? അല്ലേ? പൈസ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പൈസ ഇല്ലാതെ ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റിന് നഷ്ടമാണ്. സോ ക്യാപിറ്റൽ റെസിപ്റ്റ് നിങ്ങൾ ഓർക്കുക. എന്താണ്? ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാധ്യത. അതേപോലെ ഇത് റെഡ്യൂസ് അസറ്റ്, അസറ്റുകൾ കുറയ്ക്കുന്നതുമുണ്ട്. ഇങ്ങനെയുള്ള റെസിപ്റ്റ് ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ബോറോയിങ്സ് ഉണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ബോറോയിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? കടം വാങ്ങുന്നതാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ അധീനതയിലുള്ള കമ്പനികൾ ഒഴിഞ്ഞ് പബ്ലിക്കിന്, പ്രൈവറ്റിന് കൊടുക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ? റവന്യൂ റെസിപ്റ്റ് പഠിച്ചു, ക്യാപിറ്റൽ റെസിപ്റ്റ് പഠിച്ചു. ഇനി നമുക്കറിയാം റവന്യൂ ബഡ്ജറ്റിനകത്ത് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അതിനകത്ത് റവന്യൂ റെസിപ്റ്റ് പഠിച്ചു. ഇനി നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ പഠിക്കണ്ടേ? മക്കളെ നോക്കിക്കേ, എക്സ്പെൻഡിച്ചർ അതൊരു ചെലവാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ചെലവാണല്ലോ. ദാറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് അസറ്റ്, അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാത്ത എന്നാൽ ലയബിലിറ്റികൾ കുറയ്ക്കാത്ത ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മറ്റേത് ശ്രദ്ധിക്കുക, ലയബിലിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബാധ്യത ഉണ്ടാക്കുന്നില്ല, അസറ്റ് കുറയ്ക്കുന്നില്ല. ഇതെന്താണ്? അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല, എന്നാൽ ഉള്ള ലയബിലിറ്റി, ബാധ്യതകൾ കുറയ്ക്കുന്നതുമില്ല. അതായത് ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല. ഈ പൈസ പോയാലും ഈ ചെലവ് ഇങ്ങനെ ചെലവായാലും ഗവൺമെന്റിനെ വലിയ രീതിയിൽ ബാധിക്കാത്ത എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താ പറയുന്നത്? അത് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ലയബിലിറ്റി എന്ത് ചെയ്യുന്നില്ല? റെഡ്യൂസും ചെയ്യുന്നില്ല. സോ ഈ പൈസ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പറയാം റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആയിട്ട്? മക്കളെ നോക്കിക്കേ, പെൻഷൻ. പെൻഷൻ ഗവൺമെന്റ് അതെന്താണ്? ഒരു യൂണിലാറ്ററൽ പേയ്മെന്റ് ആണ്, വൺ വേ പേയ്മെന്റ് ആണ്, ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുമോ ഗവൺമെന്റിന്റെ പെൻഷൻ? അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പൈസ കിട്ടുമോ? ഇല്ല. ഇത് പെൻഷൻ പൈസ പോകുന്നത് കൊണ്ട് ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ഗവൺമെന്റിന് അത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, സ്വത്തുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ ഉള്ള ബാധ്യതകൾ കുറയ്ക്കുന്നതുമില്ല ഇത് പോകുന്നതുകൊണ്ട്. മനസ്സിലായോ? പിന്നെ പറയാം നമുക്ക് സാലറി, ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള സാലറി. ഇനി നമുക്ക് സബ്സിഡി പറയാം. അതേപോലെ തന്നെ ഗ്രാന്റുകൾ കൊടുക്കുന്നത്, ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, ഇതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരാം. അപ്പൊ എന്താ റവന്യൂ എക്സ്പെൻഡിച്ചർ? ബാധ്യതകൾ കുറയ്ക്കുന്നില്ല, എന്നാൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല. എക്സാമ്പിൾ എന്താണ്? സാലറീസ്, സബ്സിഡി, പെൻഷൻ പോലുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആയല്ലോ?
മക്കളെ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് രണ്ടാൾക്കാരാണുള്ളത്. എക്സ്പെൻഡിച്ചറിനകത്ത് രണ്ടാൾക്കാരാണ്, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. എന്താണ് റവന്യൂ ബഡ്ജറ്റിനകത്ത് റവന്യൂ റെസീപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും. റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും. സിമ്പിൾ ആണ്. ഇനി അതേപോലെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവുകളും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഏതൊരു വിധത്തിലുമുള്ള ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് റോഡ്, റെയിൽവേ. നിങ്ങൾ ക്യാപിറ്റൽ എന്ന വാക്ക് നാഷണൽ ഇൻകത്തില് കുറച്ചും കൂടെ നല്ലോണം പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഈസി ആയിരിക്കും. എന്താ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്? മെഷീനറി, ടൂൾസ് പോലുള്ള സാധനങ്ങളൊക്കെ ആണല്ലേ. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ്. ഇപ്പൊ റെയിൽവേ ഉണ്ടാക്കാനായിട്ട് ചെലവായ പൈസ, എയർപോർട്ട് ഉണ്ടാക്കാനായിട്ട് ചെലവായ പൈസ, റോഡ്, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റുകളാണ്. റോഡ്, റെയിൽവേ, എയർപോർട്ട്, ഇതൊക്കെ ഉണ്ടാക്കാൻ ചെലവാകുന്ന പൈസയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മക്കളെ മലയാളം നോക്കിക്കേ. പ്രത്യക്ഷ ഉൽപാദനക്ഷമതയുള്ള ചെലവുകളാണ് മൂലധന ചെലവുകൾ. മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും മൂലധന ചെലവുകളാണ്. എന്താ എക്സാമ്പിൾ? റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വൈദ്യുത നിലയങ്ങൾ മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഗവൺമെന്റുകൾക്ക് ഭീമമായ ചെലവുകൾ ഉണ്ടാകുന്നു. പക്ഷെ ഇത് നമുക്ക് നല്ലതാണ്. അപ്പൊ എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ അസറ്റുകൾ ഉണ്ടാക്കാൻ ചെലവാകുന്ന പൈസേനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? റോഡുകൾ ഉണ്ടാക്കാൻ ചെലവാകുന്ന പൈസ, റെയിൽവേ, തുറമുഖങ്ങൾ ഉണ്ടാക്കാൻ ചെലവാകുന്ന പൈസ. ഇവിടെയും ഇതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് രണ്ടാൾക്കാരാണുള്ളത്, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ സ്ട്രെച്ചിൽ കണ്ടാലൊന്നും ഇത് മനസ്സിലാവില്ല, അതെനിക്ക് നല്ല രീതിയിൽ അറിയാം. ഒരു 2-3 വട്ടം കണ്ടാലേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കുക. കാരണം റവന്യൂ റെസിപ്റ്റുകൾ കുറെ തന്നിട്ട് അത് റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും ആയിട്ട് തിരിക്കാനൊക്കെ ചോദിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ മീനിങ്ങിന്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മീനിങ്ങിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇനി നമുക്ക് ആ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം ഒന്നും കൂടെ. യെസ്, നമ്മുടെ ഫ്ലോ ചാർട്ട് എവിടെ? യെസ്, ഹിയർ ഈസ് അവർ ഫ്ലോ ചാർട്ട്. അപ്പൊ ബഡ്ജറ്റ് 2 തരത്തിലാണ്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. ഇനി നമുക്ക് റവന്യൂ ബഡ്ജറ്റിനകത്തുള്ള കാര്യങ്ങൾ നോക്കാം. ആരൊക്കെയാണ്? റവന്യൂ റെസീപ്റ്റും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെ നിന്നൊക്കെയാ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നത്? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ നേരത്തെ പഠിച്ച പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആയോ? ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ് നോക്കിക്കേ. ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അച്ഛന്റെ പേരാണ്. സോ റെസിപ്റ്റും എക്സ്പെൻഡിച്ചറിന്റെ മുന്നേ നിങ്ങൾ അച്ഛന്റെ പേര് ചേർക്കണം. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അല്ലെങ്കിൽ അമ്മയുടെ പേരാണെന്ന് വിചാരിച്ചു, അച്ഛന്റെ അമ്മയുടെ പേര് ഇഷ്ടമുള്ള ഒരു പേര് നിൽക്കാം, നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി, നോ പ്രോബ്ലം. അപ്പൊ അമ്മയുടെ പേരാണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വേറെ 2 ഭാഗങ്ങളൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബോറോയിങ്സ് നമ്മൾ പഠിച്ചു, ലോൺ റിക്കവറി, അതായത് ലോൺ റിക്കവർ ചെയ്യുന്നത്. ഇനി സ്മോൾ സേവിങ്സ്, ഇതൊക്കെയാണ് എവിടെ വരുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേരത്തെ നോക്കിയതാണ്, അവിടെ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. സോ ഇത്രയും ഐറ്റംസ്, ഇത്രയും കമ്പോണൻസ് ആണ് ബഡ്ജറ്റിനുള്ളത്. കണ്ടാ പറയും എത്ര വലിയ പുള്ളിയാണെന്ന്. സോ ബഡ്ജറ്റ് 2 തരത്തിലാണ്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റുകളും ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ മനസ്സിലായി ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററുകളിൽ നിന്ന് ഇന്ന കൺസെപ്റ്റ് ഒന്നും കൂടെ മിസ് ഒന്ന് ക്ലിയർ ആയിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. മോഡൽ എക്സാം ആണ് വരുന്നത്. ഒരിക്കലും മോഡൽ എക്സാം നിങ്ങൾ ചില്ലറക്കാരനായിട്ട് കാണരുത്. കാരണം ഈ പേപ്പർ കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളോട് ഈ പേപ്പർ കിട്ടി നിങ്ങളെ വിലയിരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലേക്ക് ഇംപ്രൂവ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. സൈലത്തിന്റെ ഫുൾ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം സജഷൻസ് പറയാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്.